Let's learn about RNA editing. RNA editing can change the sequence of an RNA after it has been transcribed. So it's a kind of post-transcriptional modification. Thus, a protein produced upon the translation is different from that predicted from the gene sequence. Post-transcriptional change ആണ് അത് RNA സീക്വൻസിനെ എഡിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നു. അതുകൊണ്ട് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീനേക്കാൾ പകരം വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആയിരിക്കും ആ ജീൻ സീക്വൻസിൽ ലഭിക്കുക. ഡ്യൂറിംഗ് എഡിറ്റിംഗ് ഇൻഡിവിജ്വൽ ബേസസ് ആർ ഇൻസേർട്ടഡ്, ഡിലേറ്റഡ് ഓർ ചേഞ്ച്ഡ്. That is, the coding information in the RNA is altered. Majorly two mechanisms ആണ് RNA editing mediate ചെയ്യുന്നത്. First one is site-specific deamination of RNA or cytosine, and the second one is guide RNA directed uridine insertion or deletion. Let's talk about the first kind of RNA editing, site-specific deamination. There are two kinds of site-specific deamination, cytosine deamination and adenine deamination. The cytosine deamination, which means specifically targeted cytosine residue within the mRNA, is converted into uridine by deamination. Deamination വഴിയായിട്ട് mRNA-യിലുള്ള cytosine uridine ആയിട്ട് convert ചെയ്യുന്നു. For a given mRNA species that undergoes editing, that process typically occurs only in certain tissues or cell types and in a regulated manner. Then, what is deamination? Deamination is a removal of amino group from a molecule. Enzymes that catalyze this reaction is called deaminases. ഒരു മോളിക്യൂളിൽ നിന്ന് അമിനോ ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിയാമിനേഷൻ. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ഡിയാമിനേസസ് എന്നാണ്. Let's back to cytosine deamination. The mammalian apolipoprotein B gene has several exons, within one of which is a particular CAA codon that is targeted for editing. It is the C within this codon gets deaminated. Mammalian apolipoprotein B ജീനിൽ ഒത്തിരി എക്സോൺസ് ഉണ്ട്. അതിൽ പെർട്ടിക്കുലർ CAA കോഡോൺ ആണ് RNA എഡിറ്റിംഗിന് വേണ്ടി ടാർഗറ്റ് ചെയ്യപ്പെടുക. അതിൽ C കോഡോൺ ആണ് ഡിയാമിനേറ്റഡ് ആയി മാറുക. ഈ ഡിയാമിനേഷൻ പെർഫോം ചെയ്യുന്നത് എൻസൈം ആയിട്ടുള്ള സൈറ്റോസിൻ ഡിയാമിനേസ് എന്ന എൻസൈമാണ്. ആ എൻസൈം സീനെ യു ആയിട്ട് മാറ്റും, സൈറ്റോസിനെ യുറാസിലായിട്ട് മാറ്റും. In this picture we can see the enzyme cytidine deaminase converts cytosine to uracil. സൈറ്റോസിനിലെ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് യുറാസിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സൈറ്റോസിൻ ഡിയാമിനേഷൻ occurs in a tissue specific manner. അതായത് സൈറ്റോസിൻ ഡിയാമിനേഷൻ മേജർലി ഒക്കർ ചെയ്യുന്നത് ഇൻറ്റെസ്റ്റൈനൽ സെൽസിലാണ് അല്ലെങ്കിൽ ഇൻറ്റെസ്റ്റൈനൽ ടിഷ്യൂസിലാണ്, നോട്ട് ഇൻ ലിവർ സെൽസ്. ലിവറിലാണെങ്കിൽ CAA കോഡോൺ ട്രാൻസ്ലേറ്റഡ് ആസ് ഗ്ലൂട്ടാമിൻ. അത് അൺഎഡിക്റ്റഡ് മെസ്സേജ് ആണ്. അത് ലിവറിൽ CAA കോഡോണിനെ ഗ്ലൂട്ടാമിനാക്കി മാറ്റും. പക്ഷെ ഇൻറ്റെസ്റ്റൈനൽ സെല്ലിലാണെങ്കിൽ RNA എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് C മാറ്റി U ആക്കിയല്ലോ. അപ്പോൾ UAA convert to as a stop codon. UAA itself termination codon. ലിവറിലാണെങ്കിൽ ഒരു 4500 അമിനോ ആസിഡ്സ് ഉള്ള ഒരു ഫുൾ ലെങ്ത് പ്രോട്ടീൻ ഉണ്ടാകും. പക്ഷെ ഇൻറ്റെസ്റ്റൈനിലാണ് ഈ CAA വന്ന് RNA എഡിറ്റിംഗ് നടത്തുന്ന UAA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ അതിൽ 2100 അമിനോ ആസിഡ്സ് അടങ്ങുന്ന ഒരു പോളിപെപ്റ്റൈഡ് ആയിട്ട് മാറും. ഈ രണ്ട് സ്ഥലത്ത് കാണുന്ന അപ്പോലിപ്പോപ്രോട്ടീൻ, മമ്മയിലെ അപ്പോലിപ്പോപ്രോട്ടീനും ലിപ്പിഡ് മെറ്റബോളിസത്തിലാണ് മെയിൻ ആയിട്ട് പങ്ക്. The longer form found in the liver is involved in the transport of endogenously synthesized cholesterol and triglycerides. The smaller form found in the intestine is involved in the transport of dietary lipids to various tissues. ഇതാണ് നമ്മുടെ മമ്മേലിയൻ അപ്പോലിപ്പോപ്രോട്ടീൻ B. അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA-യിലേക്ക് എത്തി. അപ്പോൾ എക്സോൺസ് ഒക്കെ ഇൻട്രോൺസ് ഒക്കെ സ്പ്ലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ 26ാമത്തെ എക്സോണിലാണ് CAA കോഡൺ ഉള്ളത്. അത് ലിവറിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. അത് ട്രാൻസ്ലേഷൻ വഴിയായിട്ട് ഫുൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഗ്ലൂട്ടാമിൻ പ്രൊഡ്യൂസ് ചെയ്യും.
പക്ഷെ ഇത് ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ CAA മാറിയിട്ട് UAA ആവും. RNA എഡിറ്റിംഗ് നടന്നിട്ട് UAA ആവും. എന്നിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ വഴിയായിട്ട് ഒരു ഷോർട്ട് പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യും. അതോടെ cytosine deamination കഴിഞ്ഞു. Next, adenine deamination. Adenine deamination performed by the enzyme ADAR, of which there are 3 in humans, produces inosine. Adenine deamination catalyze ചെയ്യുന്നത് ADAR എന്ന എൻസൈം ആണ്. അങ്ങനെ ഒരു 3 എൻസൈം ഹ്യൂമൻസിലുണ്ട്. അത് അഡിനിനെ deaminate ചെയ്ത് ഇനോസിനാക്കി മാറ്റും. Here we can see ADAR എന്ന എൻസൈം അഡിനിനെ ഇനോസിനാക്കി മാറ്റുന്നു. അഡിനിലെ അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ട് അതിനെ ഇനോസിനായിട്ട് കൺവേർട്ട് ചെയ്യും. Inosine can base pair with cytosine, and thus this change can readily alter the sequence of protein encoded by the mRNA. An ion channel expressed in mammalian brains is the target of this type of editing. A single edit in its mRNA elicits a single amino acid change in the protein, which in turn alters the calcium 2+ permeability of the channel. In the absence of this editing, brain development is seriously impaired. Adenosine deamination RNA editing mammalian ബ്രെയിൻസിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അയൺ ചാനൽസിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഒരു സിംഗിൾ എഡിറ്റിംഗ് കാൽസ്യം 2+ പെർമിബിലിറ്റി ഓഫ് ചാനൽസ് അത് എഡിറ്റ് ചെയ്യും, അതിനെ ഓൾട്ടർ ചെയ്യും. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എഡിറ്റിംഗ് the brain development is seriously impaired. The another role of deaminase enzyme is the cellular defense against the HIV infection. The second kind of RNA editing is guide RNA mediated RNA editing. Guide RNA mediated RNA editing is a very different form of RNA editing. It is found in RNA transcripts that encode proteins in the mitochondria of trypanosomes. ട്രിപ്പാനോസോംസിലെ മൈറ്റോകോൺട്രിയയിലെ പ്രോട്ടീൻസ് എൻകോഡ് ചെയ്യുന്ന ചില RNA ട്രാൻസ്ക്രിപ്റ്റ്സിൽ കാണുന്ന ഒരു പ്രത്യേകം തരത്തിലുള്ള ഒരു RNA എഡിറ്റിംഗ് ആണ് ഗൈഡ് RNA mediated RNA editing. In this case, multiple uracils are inserted into specific region of mRNAs after the transcription. These insertions can be extensive that in an extreme case they amount so as many as a half of the nucleotides of the mature mRNA. Here also, the addition of uracils to the message changes the codons and reading frames and completely altering the meaning of the message. As an example, consider the trypanosome COX-2 gene. In a specific region of the mRNA of this gene, 4 uracils are inserted between adjacent bases at the 3 sites. These additions alter some codons and cause a -1 change in the reading frame, a shift that is required to generate the correct open reading frame. ഈ ഡയഗ്രത്തിലെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് ട്രിപ്പാനോസോം COX-2 ജീൻ. അത് അതിനുള്ളിലെ മൈറ്റോകോൺട്രിയയിലെ സ്പെസിഫിക് പ്രോട്ടീൻസ് കോഡ് ചെയ്യുന്ന RNA ട്രാൻസ്ക്രിപ്റ്റ്സിലെ പ്രൈമറി mRNA ആണ് ഇത്. അതിലെ 3 സൈറ്റിലായിട്ട് 4 യുറാസിൽ ആഡ് ചെയ്യപ്പെടും. അത് ഒരു ഡിഫറെന്റ് പ്രോട്ടീൻ ആയിരിക്കും കോഡ് ചെയ്യുക. How are these additional bases are inserted? Uracils are inserted into the message by so-called guide RNA or gRNAs. These gRNA ranges from 40 to 80 nucleotides in the length and are encoded by genes distinct from those that encode the mRNA on which they act. Each gRNA is divided into 3 regions. The first, at the 5' end, is called the anchor and directs the gRNA to the region of the mRNA it will edit. The second determines exactly where the uracils will be inserted within the edited sequence. This is the second region, editing region. And the third, at the 3' end, is a poly-U stretch.
The anchor region of the gRNA contains a sequence that can base-pair with a region of a message is immediately beside the region that will be edited. This is followed by the editing instructions. A stretch of gRNA complementary to the region in the message to be edited but containing additional A's, adenines. The adenines are at the positions in the gRNA opposite where uracils will be inserted into the mRNA. At the 3' end of the gRNA is a poly-U region. The role of the nucleotides in this region is unclear, although it is proposed that they tether the gRNA to purine-rich sequence in the mRNA upstream of the edited region. Then the gRNA and mRNA form an RNA-RNA duplex with a looped out single-stranded regions opposite where the U's will be inserted. ഇതാണ് നമ്മുടെ ട്രിപ്പാനോസോം കോസ് ടു ജീൻ RNA. ഇതാണ് gRNA. ഇവ രണ്ടും ചേർന്ന് ഒരു RNA-RNA ഡ്യൂപ്ലെക്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇതിന്റെ യുറാസിൽ അഡിനിനുമായിട്ടും സൈറ്റോസിൻ ഗ്വാനിൻ അങ്ങനെ ആ RNA മൊത്തം കോംപ്ലിമെന്ററി ആയിട്ട് ഫോം ചെയ്യും. ആ ടൈമിൽ അഡിനിന് പെയർ ചെയ്യാൻ വേണ്ടി യുറാസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഡബിൾ എ വന്ന ഈ എഡിറ്റിംഗ് റീജിയനിൽ ഡബിൾ എ വന്ന ഇടത്ത് യുറാസിലായിട്ട് പെയർ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് അത് ലൂപ്പ് ഔട്ട് ആയി. അവിടെ ഒരു എൻഡോന്യൂക്ലിയസ് എൻസൈം അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ഒരു mRNA പൊസിഷനിൽ കട്ട് ചെയ്യും. Editing involves the transfer of uracils into this gap in the message. This process is catalyzed by an enzyme called 3' terminal uridyl transferase. അപ്പോൾ രണ്ട് യുറാസിൽ ഈ mRNAയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു 3' terminal uridyl transferase എൻസൈമിന്റെ പ്രസൻസ്. എന്നിട്ട് ലിഗേസ് എൻസൈം വന്നിട്ട് RNA ലിഗേസ് എൻസൈം വന്നിട്ട് ആ mRNA സ്ട്രാൻഡിനെ ജോയിൻ ചെയ്യിക്കും. അതോടെ ട്രിപ്പാനോസോം കോസ് ടു ജീൻ RNA എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി. അതോടെ gRNA 3' to 5' ഡയറക്ഷനിൽ നെക്സ്റ്റ് mRNAയുടെ RNA എഡിറ്റിംഗിന് വേണ്ടി മൂവ് ചെയ്യും. So, a single gRNA can be responsible for inserting several uracils at different sites. Furthermore, in some cases, several different gRNAs work on different regions of the same message. This is all about the RNA editing. Now, we know RNA editing is another way of altering the sequence of an mRNA. There are two major methods to edit the RNA. First one is site-specific deamination of adenines or cytosine. The second one is guide RNA directed uridine insertion or deletion. This figure is the three-dimensional structure of ADAR protein and its target RNA. Here we can see target for adenosine, and here adenosine deaminated into inosine. The next is three-dimensional structure of guide RNA and target DNA. Thank you.